വിറകും കൂടി എടുത്തിട്ടെ. അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ A to Z ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ആയി നമ്മുടെ കുക്കിങ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് ഈ സാധനം അടാറ് നാടൻ പയറൊന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മൾ നാടൻ മീറ്റർ പയറാണ്, നമ്മുടെ ഓടന്നൂരിലെ പയറാണ്. അപ്പോൾ നമ്മൾ കുറേ ആയി ആഗ്രഹിക്കുന്നു ഈ സാധനം നമുക്ക് വറ്റലുണ്ടാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പയർ വേണം ഒന്നാമത്. പിന്നെ രണ്ടാമത് വന്നിട്ട് നാടൻ പയറാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. മാർക്കറ്റ് പയറിനെ വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച സൺഡേ പരിപാടി ഇത് നമ്മൾ അരിഞ്ഞ് തള്ളി വറ്റലുണ്ടാക്കാൻ പോവാണ്. അതിനൊരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല പയറാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ല കിട്ടിലെ നാടൻ പയറാണ്, അടിപൊളി സാധനമാണ്, നല്ല മീറ്റർ പയർ. അപ്പോൾ ഇന്ന് വേലാട്ടം കൊണ്ടുവന്നപ്പോൾ എന്താണെന്ന് പറയുന്നത്, ഞായറാഴ്ച ഉച്ചവരെ കടയുള്ളൂ മെയിനായിട്ട്. ഇനിയിപ്പോൾ നാളേക്ക് പറഞ്ഞാൽ ഈ സാധനം വാടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഐഡിയ ഉദിച്ചത്. വറ്റലാക്കി വെച്ചാൽ നമുക്ക് വീട്ടാവശ്യത്തിന് കൊടുക്കാം, കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പയർ ഏകദേശം അരിഞ്ഞ് തള്ളിയിരിക്കുക. നല്ല ഫ്രഷ് പയറാണെങ്കിൽ മാത്രമേ സംഭവം നന്നായി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് ആണ്. എപ്പോഴും വാടി നമ്മൾ എടുത്ത് കേട് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് ഇന്ന് ഫ്രഷ് കണ്ടോ, ഇന്ന് ഫ്രഷ് പയർ കിട്ടിയപ്പോൾ അതോടുകൂടി കൊണ്ടുവന്നാണ്. അപ്പോൾ ഏകദേശം കഴുകിയിട്ടുണ്ട്. നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. നമുക്ക് അതിൽ തന്നെ നേരിട്ട് വാരിയിടാം. വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 2 വിറകും കൂടി എടുത്തിട്ടേ. ഇത് വലിയ വിറക് ഓ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്, തിളച്ചിട്ടില്ല കേട്ടോ. അയ്യോ പോയി നമ്മൾ വാരി ഇതിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് വാരി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായി കൊള്ളില്ല കേട്ടോ, ചൂട് കാര്യങ്ങൾ. അയ്യോ അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഉപ്പിടാതിരിക്കാൻ പാടില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, വേണ്ട. അപ്പോൾ ഉപ്പിട്ടുണ്ട്, ഉപ്പ് മാത്രം ഇട്ട് ഉണക്കാനാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവ് കുഴപ്പമൊന്നുമില്ല, കാര്യം അറിയണം. ഒക്കെ തല്ലാൻ വരികയാണ് വാടാണ്ട് ചെയ്യുമ്പോൾ. പറഞ്ഞ ഒരു ഐഡിയ തോന്നിയത് എന്നെ വേണം ഇടിക്കാൻ ആദ്യം. കഴിഞ്ഞു. നമ്മൾ പേപ്പർ വെച്ചിട്ടായിരുന്നേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ചൂട് പെട്ടെന്ന് ഉണങ്ങും, പെട്ടെന്ന് പഠിക്കും. ആദ്യത്തെ പോഷൻ മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ, രണ്ടാമത്തെ പോഷൻ വേകുന്നേ ഉള്ളൂ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അമ്മച്ചി ഉണക്കാൻ ഇട്ടോളും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് ക്ലാസ്സിന് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിനിമയ്ക്ക് പോകുന്നൊരു പരിപാടിയുണ്ട്, നോക്കട്ടെ. എന്ന് പയറുണക്കിയോ, എന്ന് മുളക് ഉണക്കിയോ, എന്ന് കൊത്തവരയ്ക്ക് ഉണക്കിയോ, എന്ന് കയപ്പയ്ക്ക് ഉണക്കിയോ, അന്നൊക്കെ മഴയാണ്. ഇന്നലെ ഇത്രയും വേനൽക്കാലമായിട്ട് ഇത്രയും സെറ്റായിട്ട് ഇന്നലെ ഒടുക്കത്തെ മഴ ഉച്ചയ്ക്ക് ശേഷം. ഇന്നും മഴ രാവിലെ തൊട്ട് ഇങ്ങനെ ഒരേ പാറലായിരുന്നു. ഇന്നലെ മഴപ്പാറ്റിൽ കൊണ്ടോ ഇല്ലല്ലോട്, മഴപ്പാറ്റിൽ കൊണ്ടില്ല, തപ്പിച്ചിരിക്കുകയാണ്. നല്ല മഴ പെയ്തു ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം കുറച്ച് ഉണങ്ങിയിട്ടേ ഉള്ളൂ. നോക്കാം. നമ്മുടെ പയർ ഉണക്കാൻ വെച്ച് ആകത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത്ര ഉണക്കിയൊക്കെ ചെയ്തു. ഇത്ര ഉണക്കിയെങ്കിലും സാധനം കിട്ടുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ. ഉണങ്ങിക്കഴിഞ്ഞാലേ എത്ര കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. നോക്കാം. ഏറിയ ഒരു 5 കിലോ ഉണക്കിയത് 1 കിലോനോ 1.5 കിലോ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പയർ. അത് കൂടാതെ അമ്മച്ചിതാ
ഇന്നലെ മുളക് കൊണ്ടുവന്നത് ഉണക്കാൻ വേണ്ടി തൈരിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഉറുമ്പ് നോക്കോളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. തണുപ്പ് മറ്റേ ചൂട് ഒന്ന് ഇതായാലേ ഏകദേശം ആയി. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിൽ ചെടുക്കനെ കൊണ്ടുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണങ്ങും. പക്ഷേ ഇന്നലെ മഴപ്പാറ്റിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണത് ഇത്രയും കുളമായി എന്നേ ഞാൻ പറയുള്ളൂ. അന്നൊരിക്കൽ ഇതേപോലെ 10 വരയ്ക്ക് ഉണക്കി മഴയത്ത് വിട്ടിട്ട് മൊത്തം തെങ്ങ് ചൂട്ടി കൊട്ടിക്കളഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പം തന്നെ പറഞ്ഞു ഇത് ഉണക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മഴ പെയ്യുമല്ലോ, സ്ഥിരം പതിവാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി. മഴ പോയി, മഴയല്ല വെയിൽ പോയി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് തട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങട്ടെ. ഇനിയിപ്പോൾ ഉണങ്ങാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ അല്ലടാ കൊച്ചു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് വറുത്ത് കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാം. ഇപ്പോൾ പോട്ടെ അമ്മ. നല്ല കേക്ക് നമ്മുടെ പയറ് വറ്റൽ സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് വാരി ഡപ്പിയിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പൊടിയുണ്ടല്ലോ. ഇത്രയാണ് നമുക്ക് ആ കിട്ടിയത്. ഇളക്കിയാൽ മതി. നമുക്ക് കൂടുതൽ വറുക്കുന്നില്ല. എത്ര വറുക്കും അത്ര വറുക്കും. അപ്പോൾ തന്നെ നല്ല മണം തന്നെ, നല്ല പയറായതുകൊണ്ടേ. പയറ് സെറ്റായിട്ടുണ്ട് സംഭവം. നല്ല മണമൊക്കെ ഉണ്ട്. പക്ഷെ എണ്ണ കൂടിയുണ്ട്. 2 എടുത്തിട്ടുണ്ട്. വന്നില്ല അതുണ്ട് സംഭവം. ടേസ്റ്റ് ചെയ്യാം. വയറ് നിറയെ ഫുള്ളായി ഫുഡ് ഇപ്പോൾ കഴിച്ചോളൂ. നമ്മൾ കഴിക്കുന്നില്ല. ടേസ്റ്റും കാര്യങ്ങളും അവിടെ നന്നായിട്ട് ഇടാം. അടിപൊളിയായിരുന്നു. നല്ല മുരിഞ്ഞുണ്ട്. വെള്ളത്തോട് ചോർക്കൊണ്ടുമ്പോൾ കഴിച്ചാൽ കിട്ടും. ഒന്നും പറയാനില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലെ വീട്ടിൽ പയറുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഉണക്കുക. ഓക്കെ ബൈസ് പോട്ടെ.